ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ദ്വിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി പോളണ്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വാർസയിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി ഇന്ന് സംവദിക്കും. ഓണത്തോടനുബന്ധിച്ച് 13 ഇനം അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തി 6 ലക്ഷം സൗജന്യ കിറ്റുകൾ വിതരണം ചെയ്യാൻ മന്ത്രിസഭാ തീരുമാനം. ശാരദാ മുരളീധരൻ സംസ്ഥാനത്തിന്റെ അടുത്ത ചീഫ് സെക്രട്ടറിയാകും. ഹോക്കി താരം PR ശ്രീജേഷിന് 2 കോടി രൂപ പാരിതോഷികം നൽകാനും തീരുമാനം. കഴക്കൂട്ടത്തു നിന്നും കാണാതായ അസം സ്വദേശിയായ പെൺകുട്ടിക്ക് വേണ്ടി തമിഴ്നാട്ടിൽ തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. കേരള ബ്രാൻഡിന് തുടക്കം കുറിക്കുന്ന ആദ്യ ലൈസൻസ് മന്ത്രി P രാജീവ് ഇന്ന് കൈമാറി. സംസ്ഥാനത്ത് എംപോക്സ് ജാഗ്രത കർശനമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ്. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലെത്തി. വാർസയിലെ സൈനിക വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. 2 ദിവസത്തെ പോളണ്ട് സന്ദർശനത്തിൽ പോളിഷ് പ്രസിഡന്റ് ഓൺഡ്രോ ഡൂഡ, പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് എന്നിവരുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത്. പോളണ്ടിലെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം ഇന്ന് സംവദിക്കും. യൂറോപ്പിലെ പ്രധാന സാമ്പത്തിക സഹകരണ ശക്തിയായ പോളണ്ടുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. തുടർന്ന് ഈ മാസം 23-ന് യുക്രൈനിലെത്തുന്ന പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ വൊളോദിമിർ സെലൻസ്കിയുമായി പങ്കുവയ്ക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി ശ്രീ മോദി പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ AAY കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർക്കും 13 ഇനം അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 5,99,000 കിറ്റുകളാണ് വിതരണം ചെയ്യുക. ഇതിന് 34.29 കോടി രൂപ മുൻകൂറായി സപ്ലൈകോയ്ക്ക് അനുവദിച്ചു. റേഷൻ കടകൾ മുഖേനയാണ് വിതരണം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ശാരദാ മുരളീധരൻ സംസ്ഥാനത്തിന്റെ അടുത്ത ചീഫ് സെക്രട്ടറി V വേണു ഈ മാസം വിരമിക്കുന്നതിനാലാണ് മന്ത്രിസഭ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. നിലവിൽ പ്ലാനിംഗ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷിന് 2 കോടി രൂപ പാരിതോഷികം അനുവദിക്കാനും ഇന്നു ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നും കാണാതായ അസം സ്വദേശിയായ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. കന്യാകുമാരിയിലും നാഗർകോവിലിലും പോലീസ് സംഘം തെരച്ചിൽ നടത്തി. കുട്ടി 3 പ്രാവശ്യം ട്രെയിനിൽ കയറിയിറങ്ങിയതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കഴക്കൂട്ടത്തു നിന്നും കാണാതായ അസം സ്വദേശിയായ പെൺകുട്ടിക്കായുള്ള തിരച്ചിൽ പ്രധാനമായും കന്യാകുമാരിയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് തമ്പാനൂരിൽ നിന്നും ബംഗളൂരു കന്യാകുമാരി ട്രെയിനിൽ കയറിയ പെൺകുട്ടി വൈകുന്നേരം 3 മണിയോടെ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കുപ്പിയിൽ വെള്ളമെടുത്ത ശേഷം തിരികെ അതേ ട്രെയിനിൽ കയറി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയെന്നുമാണ് പുതുതായി ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. എന്നാൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിൽ കുട്ടിയെ കണ്ടെത്താനായില്ല. അതേസമയം കൂടുതൽ ലോക്കൽ പോലീസിന്റെ സഹായം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കന്യാകുമാരി SP-യോട് ആവശ്യപ്പെട്ടു. കന്യാകുമാരിയിൽ കുട്ടിക്കായുള്ള തിരച്ചിൽ ശക്തമാക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. കേരള ബ്രാൻഡിന്റെ ആദ്യ ലൈസൻസ് മന്ത്രി P രാജീവ് കൈമാറി. ആഭ്യന്തര അന്തർദേശീയ തലങ്ങളിൽ കേരള നിർമ്മിത ഉൽപ്പന്നം എന്ന തനതായ ബ്രാൻഡ് നാമത്തിൽ കമ്പനികൾക്ക് ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വിപണനം ചെയ്യാൻ ഇതിലൂടെ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. ഗുണമേന്മ, ധാർമ്മികത എന്നിവയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത 6 കമ്പനികൾക്കാണ് ആദ്യഘട്ടത്തിൽ ലൈസൻസ് കൈമാറിയത്. തുടർന്ന് 14 ഉൽപ്പന്നങ്ങൾക്ക് കൂടി ലൈസൻസ് നൽകും. കയറ്റുമതി മെച്ചപ്പെടുത്തുന്നതിന് ലൈസൻസ് സഹായിക്കുമെന്നും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരള ബ്രാൻഡ് മുന്നേറുമെന്ന് ഉറപ്പുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. എംപോക്സ് ചില രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും നിരീക്ഷണ ടീം പ്രവർത്തിക്കുന്നുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ വിപുലമായി നടത്തേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനമെന്നും എന്നാൽ പുലികളി നടത്തുന്നത് സംബന്ധിച്ച് തൃശൂർ കോർപ്പറേഷനാണ് തീരുമാനമെടുക്കേണ്ടതെന്നും മന്ത്രി MP രാജേഷ്.
കോർപ്പറേഷൻ പുലികളി നടത്താൻ തീരുമാനിക്കുന്ന പക്ഷം മുൻ വർഷം അനുവദിച്ച തുക ഈ വർഷവും വിനിയോഗിക്കാൻ അനുമതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പേരിൽ ഓൺലൈനിൽ വ്യാജ ലോട്ടറി വിൽപ്പന നടത്തുന്ന ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗൂഗിളിന് പോലീസ് നോട്ടീസ് നൽകി. ഇത്തരം ഓൺലൈൻ ലോട്ടറികളുടെ പരസ്യങ്ങൾ ഫേസ്ബുക്കിൽ നിന്നും നീക്കാനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഓൺലൈൻ ലോട്ടറിയുടെ 60 വ്യാജ ആപ്പുകളാണ് പോലീസിന്റെ സൈബർ പെട്രോളിംഗിനെ തുടർന്ന് കണ്ടെത്തിയത്. കേരള ലോകായുക്തയായി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എൻ അനിൽകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തദ്ദേശ സ്ഥാപനങ്ങളിലെ തീർപ്പാകാതെ കിടക്കുന്ന അപേക്ഷകളിൽ നിയമപരമായി തീർപ്പാക്കാൻ കഴിയുന്ന മുഴുവൻ പരാതികളും ജില്ലാതല തദ്ദേശ അദാലത്തുകളിലൂടെ പരിഹരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ്. സർക്കാരിന്റെ 4ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ജില്ലാതല തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് പോഷകാഹാര അവബോധ സെമിനാർ വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നാളെ സംഘടിപ്പിക്കും. ICDSന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സെമിനാർ പ്രശസ്ത എഴുത്തുകാരി റോസ്മേരി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാർ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 361 കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി NK പ്രേമചന്ദ്രൻ MPയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. അവലോകന യോഗത്തിൽ റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം ചീഫ് എഞ്ചിനീയർ നിർമ്മാണ പുരോഗതി വിശദീകരിച്ചു. നിർമ്മാണം നടക്കുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് ബിൽഡിംഗ്, സർവീസ് ബിൽഡിംഗ് എന്നിവ MPയും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. 2026 ജനുവരി 26 കമ്മീഷൻ ചെയ്യാൻ ലക്ഷ്യമിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പുരോഗമിക്കുകയാണ്. സർവീസ് ബിൽഡിംഗിന്റെ നിർമ്മാണം 1 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതോടെ സാങ്കേതിക വിഭാഗം ഉൾപ്പെടെ 22 ഓഫീസുകൾ സർവീസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കും. മൾട്ടി ലെവൽ പാർക്കിംഗ് കെട്ടിടം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. പ്രധാന കെട്ടിടത്തിന്റെ നിർമ്മാണം 3 വിഭാഗങ്ങളായാണ് നടക്കുക. ഇതിൽ 1ാമത്തെ വിഭാഗത്തിന്റെ നിർമ്മാണം 70% പൂർത്തിയായി. 2-3 വിഭാഗങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപായി നിലവിലെ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കേണ്ടതുണ്ടെന്നും MP വ്യക്തമാക്കി. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. ഓണക്കാലത്ത് 1 ലിറ്റർ പാലിന് 9 രൂപ വീതം അധിക വില നൽകാൻ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഭരണസമിതി തീരുമാനിച്ചു. ഇതിൽ 7 രൂപ ക്ഷീരസംഘങ്ങൾക്ക് അധിക പാൽ വിലയായി നൽകും. ഇതിൽ 5 രൂപ ക്ഷീരസംഘങ്ങൾ ക്ഷീര കർഷകർക്ക് നൽകണം. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിവിധ വകുപ്പുകൾ ഒക്ടോബറിനകം പൂർത്തിയാക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ നിർദ്ദേശം നൽകി. നിലയ്ക്കലിൽ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, വഴിവിളക്കുകൾ, ഹെൽത്ത് കാർഡ് വിതരണം, മാലിന്യ നിർമ്മാർജ്ജനം, ബയോ ടോയ്ലറ്റ് സംവിധാനം, പാർക്കിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ആറന്മുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനമായ ചിങ്ങത്തിലെ ഉത്രട്ടാതി നാളായ നാളെ ആറന്മുളയിൽ ആചാര ജലമേള നടക്കും. ഇക്കുറി കന്നിമാസത്തിലെ ഉത്രട്ടാതി നാളായ സെപ്റ്റംബർ 18 ആറന്മുള വള്ളംകളി നടക്കുന്നതിനാലാണ് ആചാര ജലമേള നാളെ നടത്തുന്നത്. കൊല്ലത്ത് രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലും തിരയിലും 4 മത്സ്യബന്ധന യാനങ്ങൾ അപകടത്തിൽപ്പെട്ടു. ഇരവിപുരം കാക്കത്തോപ്പിലുണ്ടായ അപകടത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു. ആറ്റിങ്ങൽ മാമ്പള്ളി സ്വദേശി ബിൽക്കിസാണ് മരിച്ചത്. മയ്യനാട് മുക്കം ഭാഗത്തും മരുത്തടി വളവിൽ തോപ്പിലും പരവൂർ പൊഴിക്കര ഭാഗത്തും മറിഞ്ഞ 3 വള്ളങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. തിമിര ശസ്ത്രക്രിയയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും അനുവദിക്കാതെ ക്ലെയിം നിരസിച്ച ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ നടപടി സേവനത്തിലെ ന്യൂനതയും അധാർമികമായ വ്യാപാര രീതിയുമാണെന്ന് എറണാകുളം ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി പോളണ്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വാർസയിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം ഇന്ന് സംവദിക്കും. ഓണത്തോടനുബന്ധിച്ച് 13 ഇനം അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തി 6 ലക്ഷം സൗജന്യ കിറ്റുകൾ വിതരണം ചെയ്യാൻ മന്ത്രിസഭാ തീരുമാനം. ശാരദാ മുരളീധരൻ സംസ്ഥാനത്തിന്റെ അടുത്ത ചീഫ് സെക്രട്ടറിയാകും. ഹോക്കി താരം PR ശ്രീജേഷിന് 2 കോടി രൂപ പാരിതോഷികം നൽകാനും തീരുമാനം. കഴക്കൂട്ടത്തു നിന്നും കാണാതായ അസം സ്വദേശിയായ പെൺകുട്ടിക്ക് വേണ്ടി തമിഴ്നാട്ടിൽ തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. കേരള ബ്രാൻഡിന് തുടക്കം കുറിക്കുന്ന ആദ്യ ലൈസൻസ് മന്ത്രി P. രാജീവ് കൈമാറി. സംസ്ഥാനത്ത് എംപോക്സ് ജാഗ്രത കർശനമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.